Hello friends, welcome to our video class. In this video class, we will take the first lesson from the 10th standard English textbook. Our first unit is Glimpses of Green. In this unit, we have two short stories and one poem. The first short story is Adventures in a Banyan Tree. The story was written by Ruskin Bond. Let's start the story. Okay. First, we have to read the profile of Ruskin Bond. Ruskin Bond was born on 19th May 1934. He is an Indian author of British descent. ബ്രിട്ടീഷ് വംശപാരമ്പര്യമുള്ള ഒരു ഇന്ത്യൻ ഓഥറാണ് റസ്കിൻ ബോണ്ട്. അദ്ദേഹം ജനിച്ചത് മെയ് 19 1934. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഡേ വരികയാണെങ്കിൽ തൊട്ട് മുൻപിൽ വരേണ്ട പ്രിപ്പോസിഷൻ ഓൺ ആണ്. ഇനി അവിടെ 19th എന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് എഴുതിയേനെ. കാരണം മന്ത് ഓർ ഇയർ, മാസമോ വർഷമോ വരികയാണെങ്കിൽ മുമ്പ് വരേണ്ടതാണ് ഇന്നായിരിക്കും. His father was an officer at Royal Air Force. അച്ഛൻ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. He wrote his first novel, The Room on the Roof, at the age of 17. 17ാമത്തെ വയസ്സിൽ ഫസ്റ്റ് നോവൽ The Room on the Roof. It got John Llewellyn Rice Prize in 1957. His first children's book was The Angry River. In 1992, he received the Sahitya Akademi Award for his short story collection, Our Trees Still Growing Terror. He was awarded. പ്രൊഫൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, he awarded എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം അവാർഡ് നൽകി. He was awarded, അദ്ദേഹത്തിന് അവാർഡ് നൽകപ്പെട്ടു. He was awarded the Padma Shri in 1999 for his contributions to children's literature. കുട്ടികളുടെ ബാലസാഹിത്യത്തിന് നൽകിയ സംഭാവനകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് 1999 പത്മശ്രീ കിട്ടി. He got the Lifetime Achievement Award in 2017. 2017 Lifetime Achievement Award. He now lives with his adopted family in Lantor near Missouri. മുസൂറിക്കടുത്ത് ലാൻറ്റോറിൽ കുടുംബത്തോടൊപ്പം അദ്ദേഹം താമസിക്കും. Okay, let's start the story. Adventures in a Banyan Tree. Adventures നമുക്കറിയാം, സാഹസികമായ പ്രവൃത്തികൾ. ഒരു ബനിയൻ ട്രീ ആണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ. ഒരു മെയിൻ ഇൻസിഡൻസ് എല്ലാം നമ്മൾ ഈ സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത് ബനിയൻ ട്രീയിലാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് റസ്കിൻ ബോണ്ട് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ആ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഈ സ്റ്റോറിയിൽ പറയുന്നത്. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine. Chiefly because grandfather at the age of 65 could no longer climb it. നമ്മൾ പുതിയ ഒന്ന് രണ്ട് വാക്കുകൾ പഠിക്കുകയാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആധിപത്യം, മാഗ്നിഫിസന്റ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായ. അപ്പോ ദോ എന്നിരുന്നാലും the house and grounds of our home in India, ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പും grandfather's domain, മുത്തച്ഛന്റെ ആധിപത്യത്തിലായിരുന്നുവെങ്കിലും the magnificent old banyan tree, വളരെ ഗംഭീരമായ വലിയ ബനിയൻ ട്രീ, മൈൻ, എന്റേതായിരുന്നു. ബിക്കോസ് ഗ്രാൻഡ്ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, 65ാമത്തെ വയസ്സിൽ ഗ്രാൻഡ്ഫാദർ കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ക്ലൈംബ് മീൻസ് കയറുക. 65ാമത്തെ വയസ്സിൽ ഗ്രാൻഡ്ഫാദറിന് ആ ബനിയൻ ട്രീയിൽ കയറാൻ കഴിയുമായിരുന്നില്ല. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. ടീസ് മീൻസ് മോക്ക്, പരിഹസിക്കുക. മുത്തശ്ശി അദ്ദേഹത്തിനെ കളിയാക്കാറുണ്ട്. And would speak of a certain Countess of Desmond. ഡെസ്മണ്ടിലെ ഒരു പ്രഭുവിനെ കുറിച്ച് പറഞ്ഞ് മുത്തശ്ശി കളിയാക്കാറുണ്ട്. An English woman who lived to the age of 117, 117 വയസ്സ് വരെ ജീവിച്ച ഒരു സ്ത്രീയുടെ പേരും പറഞ്ഞ് മുത്തശ്ശനെ കളിയാക്കാറുണ്ട്. And would have lived longer. നമ്മൾ പഠിക്കുന്ന ഒരു യൂസേജ് ആണ് മോഡൽ ഓക്സിലറി പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ എന്താണ്? വുഡ് ഹാവ് ലിവ്ഡ്, ജീവിച്ചിരുന്നേനെ പക്ഷെ ജീവിച്ചില്ല. കുഡ് ഹാവ് പാസ്ഡ്, പാസ്സായേനെ പക്ഷെ പാസ്സായില്ല. അപ്പൊ വുഡ് ഹാവ് ലിവ്ഡ്, ഒരുപാട് കാലം ജീവിച്ചിരുന്നേനെ. If she hadn't fallen while climbing an apple tree,
അപ്പൊ 117ാമത്തെ വയസ്സിൽ ഒരു ആപ്പിൾ ട്രീയിൽ കയറുന്ന വഴിക്ക് വീട് മരിച്ചില്ലായിരുന്നുവെങ്കിൽ വീണ്ടും കൂടുതൽ കാലം ജീവിക്കാമായിരുന്ന ഒരു സ്ത്രീയുടെ പേരും പറഞ്ഞ് മുത്തശ്ശനെ കളിയാക്കാറുണ്ട്. The spreading branches of the banyan tree which curved to the grounds and took root again. നമുക്കറിയാം banyan tree ആൽമരം അരയാലെന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ റൂട്ട് ഈ ശിഖരത്തിൽ നിന്നൊക്കെ താഴേക്ക് ഒരുപാട് പടർന്ന് കയറുന്നതാണ്. അത് നിലത്ത് വരെ ഉണ്ടാവും. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. മെയ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് എന്താണ്? കുറുക്ക് വഴി. നമ്മളിപ്പോ അതിന് പിടിച്ച് നോക്കുകയാണെങ്കിൽ മരത്തിലേക്ക് കയറാം. ഗേവ് മീ എൻലെസ് പ്ലഷർ. പ്ലഷർ അറിയാം, സന്തോഷം. ഗേവ് മീ എൻലെസ് പ്ലഷർ. എനിക്ക് അതിലില്ലാത്ത സന്തോഷം തന്നിരുന്നു. ആ ബനിയൻ ട്രീയിലെ റൂട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുന്നതും ഒക്കെ കാണുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. The tree was older than the house. വീടിനേക്കാളും പ്രായമുണ്ട് ബനിയൻ ട്രീക്ക്. Older than grandfather. മുത്തച്ഛനേക്കാളും പ്രായമുണ്ട്. As old as the town of Dehra. ഡെറാഡൂൺ പട്ടണത്തോളം പ്രായം. Nestling in a valley at the foot of the Himalayas. അപ്പോ വീടിനേക്കാളും മുത്തശ്ശനേക്കാളും പ്രായമുള്ള ബനിയൻ ട്രീ, ഡെറാഡൂൺ പട്ടണത്തോളം പ്രായമുള്ള ബനിയൻ ട്രീ, നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. ഹിമാലയ താഴ്വരകളിലാണ് ഈ ബനിയൻ ട്രീയുടെ നിൽപ്പ്. അടുത്ത പാരഗ്രാഫ്. My first friend and familiar was a small grey squirrel. അപ്പോൾ ബനിയൻ ട്രീയിൽ എൻ്റെ ആദ്യത്തെ കൂട്ടുകാരൻ ഒരു ഗ്രേ സ്ക്വിറൽ, ചാര നിറമുള്ള സ്ക്വിറൽ അണ്ണാൻ. Arching his back and sniffing into the air. ബാക്ക് നമുക്കറിയാം പിൻഭാഗം വളച്ചായിരിക്കും ഈ അണ്ണാൻ കുഞ്ഞുങ്ങൾ. അപ്പൊ അതിന് വളഞ്ഞിരിക്കും, അത് വളച്ചുകൊണ്ട്. He seemed at first to resent my invasion of his privacy. അപ്പൊ അവന്റെ പ്രൈവസി, അവന്റെ സ്വകാര്യതയിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണെന്ന് കരുതി ആദ്യം അവൻ എന്ത് ചെയ്തു? എന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചു, അടുപ്പം കാണിച്ചില്ല. But when he found that, find അറിയുക, കണ്ടെത്തുക, അതിന്റെ സെക്കൻഡ് ഫോം പാസ്റ്റ് ഫോം ആണ് found. When he found, അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, കണ്ടെത്തിയപ്പോൾ എന്താണ്? That I did not arm myself with a catapult or air gun. എന്റെ കയ്യിലെ catapult കവണ, എന്റെ കയ്യിലൊരു തെറ്റാലിയോ എയർ ഗൺ, ഒരു എയർ ഗൺ ഒന്നും ഇല്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ he became friendlier. become ഫസ്റ്റ് ഫോം ആണ് became. അവൻ എന്നോട് കൂടുതൽ സൗഹൃദത്തിലായി. And when I started leaving him pieces of cake and biscuit, ഞാൻ അവന് കേക്കിന്റെയും ബിസ്ക്കറ്റിന്റെയും ഒക്കെ കഷ്ണങ്ങൾ നൽകി തുടങ്ങിയപ്പോൾ he grew bolder and finally became familiar enough to take food from my hands. അവൻ ഞാൻ കേക്കിന്റെയും ബിസ്ക്കറ്റിന്റെയും കഷ്ണങ്ങൾ നൽകി കഴിഞ്ഞപ്പോൾ ഞാനോട് വളരെ അടുപ്പത്തിലാവുകയും എൻ്റെ പോക്കറ്റിൽ നിന്ന് പോലും എന്താണ്, എൻ്റെ കൈകളിൽ നിന്ന് പോലും ഭക്ഷണം എടുക്കത്തക്കോണം ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിലായി, അടുപ്പത്തിലായി. Before long he was delving into my pockets. Delving means searching, തിരയുക. Before long, അധികം വൈകാതെ എൻ്റെ പോക്കറ്റിൽ അവൻ തിരയാൻ തുടങ്ങി. And helping himself to whatever he could find. അവൻ എൻ്റെ പോക്കറ്റിൽ തിരഞ്ഞ് അവൻ എന്താണോ കണ്ടെത്താൻ പറ്റുക, ബിസ്ക്കറ്റോ കേക്കോ എന്തെങ്കിലുമൊക്കെ അവൻ കണ്ടെത്താൻ തുടങ്ങി. He was a very young squirrel. തീരെ ഒരു ചെറിയ സ്ക്വിറലാണ്, അമ്മാൻ കുഞ്ഞാണ്. And his friends and relatives probably thought him headstrong. Headstrong എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടമുള്ള, വിവേകമില്ലാത്ത എന്നൊക്കെയാണ്. അപ്പൊ അവന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും പ്രോബബ്ലി മിക്കവാറും ചിന്തിച്ചിട്ടുണ്ടാവാം ഹെഡ്സ്ട്രോങ് ആണ്, എടുത്തുചാട്ടമുള്ളവനാണ്. ആൻഡ് foolish for trusting a human. ഒരു മനുഷ്യനെ വിശ്വസിക്കത്തക്കവണ്ണം വിഡ്ഢിയാണെന്ന് അവന്റെ റിലേറ്റീവ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവാം, വിചാരിച്ചിട്ടുണ്ടാവാം. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. Spring, വസന്തകാലമാകുമ്പോൾ banyan tree was full of small red figs. Figs എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം. ആ banyan tree മുഴുവൻ അത്തിപ്പഴം നിറയും. Birds of all kinds, എല്ലാ തരത്തിലുമുള്ള പക്ഷികൾ would flock, എന്താണ്, അങ്ങോട്ടേക്ക് വരും.
into its branches, ചില്ലകളിൽ വന്നിരിക്കും. The red-bottomed bulbul, ഒരു സിംഗിങ് ബേർഡ് ആണ്. Cheerful and greedy, gossiping rosy pastures. അപ്പോൾ red-bottomed bulbulum gossiping rosy pastures അതൊരു ബേർഡ് ആണ്. And parrots and crows, തത്തയും കാക്കകളും. Squabbling with each other all the time. Squabbling എന്ന് പറഞ്ഞാൽ കലഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും. During the fig season, the banyan tree was the noisiest place on the road. Fig season, ഈ അത്തിപ്പഴം പൂക്കുന്ന സമയമായി ഉണ്ടാകുന്ന സമയമായി കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് ഈ banyan tree. Halfway up the tree, I had built a small platform. അപ്പോൾ അതിൻ്റെ പകുതി ഉയരത്തിൽ വെച്ച് ഞാൻ ഒരു പ്ലാറ്റ്ഫോം, ഒരു ഇരിപ്പിടം പോലെ ഒന്ന് പണിതിട്ടുണ്ട്. I would often spend the afternoons. ഉച്ച നേരം ഞാൻ അവിടെയാണ് ചെലവഴിക്കുക. When it wasn't too hot, അത്രത്തോളം ചൂടില്ലാത്ത ഉച്ച നേരത്ത് ഞാൻ അവിടെ പോയി ഇരിക്കാറുണ്ട്. I could read there. അവിടെ ഞാൻ വായിക്കും. Propping myself up against the board of the tree with cushions. Cushions നമുക്കറിയാം, cushion തലയണ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. Cushions taken from the drawing room. ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്ത തലയണയൊക്കെ കൊണ്ടുവച്ച് എന്താണ് ആ പ്ലാറ്റ്ഫോമിൽ മരത്തിൽ എന്താണ് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇരിക്കാറുണ്ട്. അവിടെ നിന്ന് വായിക്കും. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ മേ ഓൾകോട്ട്. ട്രഷർ ഐലൻഡും ഹക്കിൾബെറി ഫിന്നും മൗഗ്ലി സ്റ്റോറീസ് നമുക്കറിയാം. മൗഗ്ലി സ്റ്റോറീസ് റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ എന്താണ് മൗഗ്ലി സ്റ്റോറീസ്. അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കും. ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ്, ഒരു അമേരിക്കൻ റൈറ്ററാണ്. ലൂയിസ മേ ഓൾകോട്ട്, അവരും ഒരു അമേരിക്കൻ റൈറ്ററാണ്. ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ബുക്കുകളാണ് ഞാൻ വായിക്കുക. മെയ്ഡ് അപ്പ് മൈ ബാങ്ക് ഓഫ് വെരി മിക്സഡ് റീഡിങ്. എൻ്റെ വായന ഈ പറഞ്ഞ പുസ്തകങ്ങളാണ്. When I did not feel like reading, വായിക്കാത്ത നേരത്ത്, I could look down through the banyan leaves at the world below. ഞാൻ ആ ബനിയൻ ട്രീയുടെ ലീവ്സിലൂടെ നിലത്ത് താഴേക്ക് നോക്കും. At grandmother hanging or up, taking down the washing. മുത്തശ്ശി എന്ത് ചെയ്യായിരിക്കും? കഴുകിയ തുണി ഹാങ് ചെയ്യുന്നതാണ്, തൂക്കിയിടുകയായിരിക്കും. ഹാങ്ങിങ് അപ്പ്, തൂക്കിയിടുക. ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്, കഴുകിയ ഉണക്കിയ തുണികൾ എന്ത് ചെയ്യായിരിക്കാം? എടുക്കുകയായിരിക്കാം. At the cook quarreling, വഴക്കൂടുക. At the cook quarreling with a fruit vendor, അപ്പോൾ ഫ്രൂട്ട് വെൻഡറുമായിട്ട് കുക്ക് വഴക്കിടുകയായിരിക്കാം. At grandfather grumbling at the hardy Indian marigolds. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിന് നമ്മുടെ ഗ്രാൻഡ് ഫാദറിനൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ ഇന്ത്യൻ മേരിഗോൾഡ്സ്, ഒരു തരം മുല്ലയാണ്, അത് പടരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഗ്രംപ്ലിംഗ് മീൻസ് പിറുപിറുക്കുക. ഗ്രാൻഡ് ഫാദർ ഗ്രംപ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മേരിഗോൾഡ്സ്. ഈ പറഞ്ഞ ചെടികളോട് അദ്ദേഹം പിറുപിറുക്കും. Which insisted on springing up all over his very English garden. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഗാർഡൻ, അദ്ദേഹം വളരെ മോഡേൺ ആയിട്ട് യൂറോപ്യൻ സ്റ്റൈലിൽ നിർമ്മിച്ച അദ്ദേഹത്തിന്റെ ഗാർഡനിലേക്ക് ഈ ഇന്ത്യൻ മേരിഗോൾഡ്സ് പടർന്നു കയറുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പൊ അതിനോട് അദ്ദേഹം പിറുപിറുക്കും. ഇഷ്ടമില്ലായ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കും. Usually nothing very exciting happened. സാധാരണ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും അവിടെ നടക്കാറില്ല. While I was in the banyan tree, ഞാൻ banyan ട്രീയിലായിരിക്കുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയ ഒന്നും സാധാരണ നടക്കാറില്ല. But on one particular afternoon, പക്ഷെ ഒരു ദിവസം ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക്, I had enough excitement to last me through the summer. വേനൽക്കാലം, ആ വേനൽക്കാലം മുഴുവൻ ഓർക്കാവുന്ന ഒരു സംഭവം ഉണ്ടായി. That was the time I saw a mongoose. ഞാനൊരു മംഗൂസ്, കീരിയെ കണ്ടു. And a cobra fight to death in the garden. മരണം വരെ പോരാടിയ ഒരു കോബ്ര, മൂർഖൻ പാമ്പിന്റെയും മംഗൂസ് കീരിയുടെയും ഒരു സംഭവമാണ് അദ്ദേഹം ഓർക്കുന്നത്. While I sat, സിറ്റിന്റെ പാസ്റ്റ് ആണ് sat. While I sat directly above them in the banyan tree. ആ ബനിയൻ ട്രീയിൽ ഞാൻ ഇരുന്നപ്പോൾ ഈ കണ്ട മംഗൂസും സ്നേക്കും തമ്മിലുള്ള ആ ഫൈറ്റിന്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. It was an April afternoon. ഏപ്രിൽ മാസം
ഏപ്രിൽ മാസത്തെ ഒരു ദിവസം ഉച്ച സമയം. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ. ബ്രീസ് നമുക്കറിയാം ഇളം കാറ്റ്, വാം ഇളം ചൂടുള്ള. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെന്റ് എവരിവൺ. അപ്പോൾ വരാനിരിക്കുന്ന സമ്മർ, വേനൽക്കാലത്തിന്റെ ഇളം ചൂടുള്ള കാറ്റ് എല്ലാവരെയും had sent everyone including grandfather indoor. ഇൻഡോറും ഔട്ട്ഡോറും. ഇൻഡോർ എന്താണ്? അകത്തേക്ക്. മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ചൂടായതുകൊണ്ട് ഇവരെല്ലാവരും വീട്ടിനുള്ളിലാണ്. I was feeling drowsy. Drowsy means sleepy. ഉറക്കം തൂങ്ങുക, ഉറക്കം വരിക. I was feeling drowsy myself. എനിക്ക് വല്ലാത്ത ഉറക്കം തോന്നുന്നു. And was wondering if I should go to the pond. Pond കുളം. ഒരു കുളത്തിൽ പോയി ഒന്ന് കുളിച്ചാലോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. ആരാ? നമ്മുടെ റസ്കിൻ ബോണ്ട് കുട്ടിയായിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. വീടിന് പിന്നിലുള്ള കുളത്തിൽ പോയി കുളിച്ചാലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. When I saw a huge black cobra gliding out of a clump. അപ്പോ പെട്ടെന്നൊരു ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, കറുത്ത ഒരു മൂർഖൻ പുറത്തേക്ക് വരികയാണ്. ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംപ് ഓഫ് കാക്ടസ്. അപ്പോ കള്ളിമുൾ ചെടിയൊക്കെ പറന്ന ഒരു പാമ്പ് പുറത്തേക്ക്. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. കുറച്ചുകൂടി തണുപ്പുള്ള ഗാർഡനിലെ കുറച്ചുകൂടി തണുപ്പുള്ള ഒരു ഭാഗത്തേക്ക് പോകാൻ പുറത്തേക്ക് വന്നു. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ്. ആ സമയം ഒരു മംഗൂസ്, ഒരു കീരി, whom I had often seen. ഞാൻ പതിവായിട്ട് കാണാറുള്ള ഒരു കീരിയാണ്. emerged from the bushes. ആ കുറ്റിക്കാടിൽ നിന്നും പുറത്തേക്ക് വന്നു കീരി. and went straight for the cobra. പുറത്തു വന്ന് ആ മൂർഖൻ പാമ്പിനെ ഫേസ് ചെയ്ത് ആര് നിൽക്കുകയാണ്? മംഗൂസ്, കീരി. in a clearing beneath the tree in bright sunshine they came face to face. അപ്പോ വ്യക്തമായിട്ട് മരത്തിന്റെ താഴെ നല്ല സൺഷൈൻ, സൂര്യന്റെ ഉച്ച സമയമാണ്, നല്ല ചൂടുള്ള സമയമാണ്, നല്ല വെളിച്ചത്തിൽ അവര് മുഖത്തോട് മുഖം നോക്കി നിന്നു. Cobra knew only too well that the grey mongoose 3 feet long was a super fighter. ഓ മൂർഖന് കോബ്രയ്ക്ക് നന്നായിട്ട് അറിയാം ആ 3 അടി നീളമുള്ള ആരാണ്? നമ്മുടെ മംഗൂസ് നല്ല ഒരു ഫൈറ്ററാണ്. ക്ലവർ ആൻഡ് അഗ്രസീവ്, നല്ല ബുദ്ധിയുള്ള, അഗ്രസീവ് എന്താണ്? വിഗറസ്, നല്ല അറ്റാക്കിംഗ്, ആക്രമണ സ്വഭാവമുള്ള ആളാണ് ആര്? ഈ മംഗൂസ്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ. ആരും മോശമല്ല കോബ്ര. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു, നല്ല മികച്ച ഫൈറ്ററാണ് കോബ്ര. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി. സ്വിഫ്റ്റ് നമുക്കറിയാം ഒരു കാറാണ്. ഫാസ്റ്റ്, വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആളാണ് ആര്? കോബ്ര. And strike with the speed of light. ലൈറ്റിന്റെ സ്പീഡിൽ അറ്റാക്ക് ചെയ്യാൻ ആർക്കും പറ്റും? മൂർഖനും. And the sacks നമുക്കറിയാം പോക്കറ്റ് എന്നോ കീശ എന്നൊക്കെ പറയാം. And the sacks behind his long sharp fangs. Fangs അറിയാം, പല്ല്, അതിന്റെ നാക്ക്. Sharp fangs were full of deadly venom. പോയി പുറത്തേക്ക് നീട്ടുന്നതിന്റെ എന്താണ്? പല്ല്, അതിന്റെ നാക്ക് നീട്ടുന്നതിന് പിറകില് വെനം, വിഷമാണ്. It was to be a battle of champions. എന്തായാലും ഈ പോരാട്ടം ചാമ്പ്യൻസ് എന്താണ്? മിടുക്കന്മാരുടെ ഒരു പോരാട്ടമായിരിക്കും. Hissing defiance. Defiance എന്ന് പറഞ്ഞാൽ നമുക്കറിയാം arrogance, ഒരു വല്ലാത്ത ധിക്കാരം, അവഗണനയോടെ. His forked tongue darting in and out. മൂർഖൻ, നമ്മളെ കോബ്ര എന്താണ്? ടങ്ക് എന്താണ്? ടങ്ക് എന്താണ്? നാവ്. അപ്പൊ അതിന്റെ നാവ് ഇങ്ങനെ പുറത്തേക്കും അകത്തേക്കും ചലിപ്പിച്ചുകൊണ്ട്. The cobra raised 3 of his 6 feet off the ground. അപ്പോ കോബ്ര ഒരു 3 അടി ഉയരത്തിൽ, 6 അടിയോളം നീളമുണ്ട് നമ്മുടെ പാമ്പിന്, 3 അടി ഉയരത്തിൽ നിന്നുകൊണ്ട് and spreading his broad spectacled hood, പത്തി, അതിന്റെ പത്തി വിടർത്തി ആര് നിൽക്കുകയാണ്? ആ കോബ്ര. The mongoose pushed his tail. അപ്പൊ മംഗൂസ് അതിന്റെ കീരി, അവന്റെ വാലൊക്കെ ആട്ടിക്കൊണ്ട്. The long hair on his spine stood up. അപ്പൊ അവന്റെ സ്പൈൻ, അവന്റെ മുതുകില്
എന്താണ് ആ രോമങ്ങളൊക്കെ അവൻ എന്താണ് വിടർത്തി നിന്നു. ഇൻ ദ പാസ്റ്റ് കഴിഞ്ഞ കാലങ്ങളിൽ ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം. അവന്റെ ആ മുതുകിലുള്ള രോമങ്ങളുടെ കട്ടി അവനെ സേവ് ചെയ്തിട്ടുണ്ട്, രക്ഷിച്ചിട്ടുണ്ട്. ഫ്രം ബൈറ്റ്സ്, ബൈറ്റ്സ് എന്താണ് കൊത്ത്, കടികൾ എന്നൊക്കെ പറയും. ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ ടു അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നൊക്കെ അവനെ രക്ഷിച്ച അവന്റെ എന്താണ് ബാക്ക് ഹെയർ അവനെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിടർത്തി അവൻ നിൽക്കുക. Though the combatants were unaware of my presence. എന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓദർ. അപ്പൊ ഓദറിന്റെ പ്രസൻസ് അൺഅവെയർ, അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന്. In the banyan tree they soon became aware. എന്നാൽ അവര് അവെയറായി, മറ്റുള്ള രണ്ടുപേരുടെ അവരവർ അറിയുകയാണ്. The arrival of two other spectators. Spectators അറിയാം, കാണികൾ. പുതിയ രണ്ട് കാണികൾ അവിടെ വന്നു. ഇവർ രണ്ടുപേരും പറഞ്ഞു. ആരൊക്കെ? നമ്മുടെ മംഗൂസും സ്നേക്കും. അപ്പൊ കാഴ്ചക്കാർ ആരൊക്കെയാണ്? സ്പെക്ടേറ്റേഴ്സ്. വൺ വാസ് എ മൈന, ഒരു മൈനയിൽ. ആൻഡ് ദ അതർ എ ജംഗിൾ ക്രോ, മറ്റേത് ഒരു കാക്കയാണ്. നോട്ട് ദ വൈലി, വലുതാണ് ബ്രില്യൻ, എന്താണ് കൗശലമുള്ള, വൈസ്. നോട്ട് ദ വൈലി അർബൻ ക്രോ, എന്താണ് നഗരത്തിലെ ബുദ്ധിയുള്ള കാക്കയല്ല. ഒന്ന് മൈനയും മറ്റേത് കാക്കയും. They had seen these preparations for battle. അവര് ഈ ബാറ്റിൽ, ഈ പോരാട്ടത്തിന്റെ പ്രിപ്പറേഷൻസ് കണ്ടിരിക്കുകയാണ്. And had settled on the cactus to watch the outcome. അപ്പൊ അവര് ആ കള്ളിച്ചെടിയിലെ അവര് ബ്രാഞ്ചിൽ അവർ ഇരിക്കുകയാണ് ഈ മത്സരം, ഈ ഫൈറ്റ് കാണാൻ. Had they been content, content means satisfied. Had they been content only to watch, കണ്ടാൽ മാത്രം അവര് സാറ്റിസ്ഫൈ ആകുമോ? ഹാഡ് ഒരു ഓക്സിലറി വെർബാണ്. ഓക്സിലറി സ്റ്റാർട്ട് ചെയ്താൽ എന്തായിരിക്കും? ഒരു അസ്വർണ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അവര് കാഴ്ചയിൽ മാത്രം, കാണുന്നതിൽ മാത്രം തൃപ്തരാകുമോ? All would have been well with both of them. അപ്പൊ ഇതിന്റെ മത്സരത്തിന്റെ റിസൾട്ട് അറിയാൻ, ഈ ഫൈറ്റിന്റെ റിസൾട്ട് അറിയാൻ അവർ രണ്ടുപേരും ബ്രാഞ്ചിൽ എന്ത് ചെയ്തു? വെയിറ്റ്. The cobra stood on the defensive, swaying slowly from side to side. ഇപ്പൊ ഡിഫൻസ് നമുക്കറിയാം, പ്രതിരോധം. അപ്പോ പ്രതിരോധിക്കാൻ, അതിനെ അഗൻസ്റ്റ് ആയിട്ട് എന്താണ് എതിർക്കാൻ, തടയാൻ. The cobra stood on the defensive, തടയാൻ വേണ്ടി അപ്പൊ പാമ്പ് നിൽക്കുന്നു. Swaying slowly, സ്ലോ എന്താണ് ഉരുളുക, മൂവ്. Swaying slowly from side to side. എന്താണ് ഈ മംഗൂസിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാമ്പ് ചലിക്കുന്നു. Trying to mesmerize the mongoose into making a false move. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് ഫോൾസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് നടത്തി ആരെ അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ സ്നേക്ക് ശ്രമിക്കുകയാണ് മംഗൂസിനെ. But the mongoose knew the power of his opponent എതിരാളി. Glassy unwinking eyes. ഇപ്പൊ നമ്മളെ മംഗൂസിന് നന്നായിട്ട് അറിയാം ഈ ഒപ്പോണന്റ്, ഈ കോബ്രയുടെ ഗ്ലാസിൽ തിളങ്ങുന്ന കണ്ണുകളുടെ പവർ. ആൻഡ് refused to meet them. അതുകൊണ്ട് അവൻ എങ്ങോട്ടേക്ക് നോക്കിയില്ല? കണ്ണുകളിൽ നോക്കിയില്ല. ശ്രദ്ധ എവിടെയായിരുന്നു? ആ സ്നേക്കിന്റെ മൂവ്മെന്റ്സിലായിരുന്നു. Instead he fixed his gaze at a point just below the cobra's foot. അതുകൊണ്ട് തന്നെ ആ പത്തിയുടെ പത്തിയുടെ താഴെ ഒരു പോയിന്റിലായിരുന്നു ആരുടെ ശ്രദ്ധ? മംഗൂസിന്റെ. And opened the attack. Then the mongoose started the attack to the cobra. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. അപ്പോ moving forward, മുന്നോട്ട് വന്നിട്ട് he was just within the cobra's reach. നമ്മളെ കോബ്ര മൂർഖന്റെ അടുത്തെത്തിയപ്പോ he made a feint to one side. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് ആര് മൂവ് ചെയ്തു? കോബ്ര, എന്താണ് നമ്മുടെ മംഗൂസ്. Immediately the cobra struck. എന്നിട്ട് ആര് സ്ട്രക്ക്? കൊത്തി കോബ്ര. His great hood came down so swiftly that I thought nothing could save the mongoose. ശരിക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് വന്ന് ആര് അറ്റാക്ക് ചെയ്തു? നമ്മുടെ മംഗൂസിനെ, സ്നേക്ക്. പക്ഷെ ആർക്കും അത് കണ്ടാൽ തോന്നും ആർക്കും ഇനി ആ മംഗൂസിനെ സേവ് ചെയ്യാൻ പറ്റില്ല എന്ന്.
But the little fellow jumped neatly to one side. പക്ഷേ ആ ചെറിയ മങ്കൂസ് പെട്ടെന്ന് എന്ത് ചെയ്തു? ഒരു സൈഡിലേക്ക് മാറി. And darted it as swiftly as the cobra. എന്നിട്ട് പെട്ടെന്ന് ആരെ കടിച്ചിട്ട് ഓടി മാറുകയാണ് നമ്മുടെ മങ്കൂസ്. Biting the snake on the back and darting away again out of the reach. നമ്മുടെ സ്നേക്കിന്റെ ബാക്കിൽ ബൈറ്റ് കൊത്തിയിട്ട് കടിച്ചിട്ട് and darting away again out of reach. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പം അവിടെ darting away അണ്ടർലൈൻ കൊടുത്തിട്ട് നമ്മൾ എഴുതണം move with sudden speed. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറി ആര്? നമ്മുടെ മങ്കൂസ്. again out of reach. നമ്മുടെ സ്നേക്കിന് കയറി പിടിക്കാൻ പറ്റുന്നതിലും ഡിസ്റ്റൻസിലേക്ക് ഒരു കടി കൊടുത്തിട്ട് ആര് മാറി? മങ്കൂസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഏരിയ എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാനൊരു വർക്ക്, ഒരു പ്രൊഫൈല് നമുക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ ഹിന്റ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടെക്സ്റ്റ് എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. നമ്മൾ കുറച്ച് പുതിയ വാക്കുകളൊക്കെ പറഞ്ഞു, അതിൻ്റെ മീനിങ് ഒക്കെ എഴുതി വെച്ച് നന്നായിട്ട് വായിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ഒരു കൊച്ചു വർക്കാണ്, ഒരു പ്രൊഫൈലാണ്. ജവഹർലാൽ നെഹ്റു നമുക്കറിയാം ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എഴുതാനാണ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബോൺ, ജനിച്ച കാര്യം 14th November 1889. അപ്പം നമുക്കറിയാം പ്രൊഫൈൽ എഴുതുമ്പോൾ ഡേയോ ഡേറ്റോ ഉണ്ടെങ്കിൽ ഓൺ, ഇല്ലെങ്കിൽ മന്ത് ഓർ ഇയർ ആണെങ്കിൽ മുൻപിൽ ഇൻ. പറഞ്ഞത് ഇങ്ങനെയാണ്. ജവഹർലാൽ നെഹ്റു ഹെഡിങ് കൊടുത്തു. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വാസ് ബോൺ, നമ്മൾ കയ്യിൽ ചേർത്തു വാസ് ബോൺ. ഇനി ഇവിടെ 14th എന്നുള്ളത് കൊണ്ടാണ് ഓൺ ചേർത്തത്. വാസ് ബോൺ ഓൺ 14th November 1889. സ്ഥലം ഉണ്ടായിരുന്നുവെങ്കിൽ ഇൻ ആ പ്ലേസും ചേർക്കണം. അദ്ദേഹത്തിന്റെ പേരൻസ്, ഹി വാസ് ബോൺ ടു പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു ആൻഡ് സ്വരൂപ് റാണി നെഹ്റു. അടുത്ത ഹിന്റ് ഒക്യുപ്പേഷൻ ആണ്. നമുക്കറിയാം ബാരിസ്റ്റർ, റൈറ്റർ, പൊളിറ്റീഷ്യൻ. പിന്നെ ഭാരത് രത്ന ഇത് എഴുതുമ്പോൾ വാസ് അവാർഡ് ചേർക്കണം. ഹി അവാർഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നൽകിയെന്നാണ്. ഹി വാസ് അവാർഡ് എഴുതണം. ലാസ്റ്റ് ഹിന്റ് ഡെത്ത് ആണ്. ഹി ഡൈഡ്. ഇപ്പോൾ ഒരാൾ കൊന്നതാണെങ്കിൽ വാസ് കിൽഡ് എന്നോ വാസ് അസാസിനേറ്റഡ് എന്നോ എഴുതാം. ഇവിടെ മരണ കാരണം സ്വാഭാവികമാണ്, ഹാർട്ട് അറ്റാക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡൈഡ്. The great politician, the kingmaker of Indian politics, died on 27th May 1964. നമ്മുടെ പ്രൊഫൈൽ വളരെ ചെറിയ ക്ലാസ്സുകളോട്ട് എഴുതുന്നതാണ്. എല്ലാവരും ഇതൊന്ന് എഴുതുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി എഴുതാം.